ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റിയാണ്. എന്താണ് അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി? അപ്പം അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു കെട്ട് നമ്പർ തന്നിട്ടുണ്ട്, ഒരു 10 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ 10 നമ്പറേയും കൂടി ആഡ് ചെയ്ത് 10 എത്ര എണ്ണം ഉള്ളത്? 10 എണ്ണം ഉള്ളത്. അതുകൊണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മീനിനെയാണ് നമ്മൾ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതേസമയം ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു 10 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ nth റൂട്ട് എത്ര നമ്പറാണ്? 10 നമ്പർ ആണെങ്കിൽ അതിൻ്റെ 10th റൂട്ട് എടുക്കുന്നതാണ് നമ്മൾ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പം അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുവാണ്, ഫോർ എനി നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി. രണ്ട് റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ്, എയും ബിയും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നെഗറ്റീവ് ആകാൻ പാടില്ല. എയും ബിയും എടുത്തു. അപ്പോൾ അതിൻ്റെ അരിത്മെറ്റിക് മീൻ എന്താണ്? എ പ്ലസ് ബി. ആ രണ്ട് നമ്പർ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. കാരണം എത്ര നമ്പറുള്ള? എ ഉണ്ട്, ബി ഉണ്ട്, രണ്ട് നമ്പറുള്ളത് കൊണ്ട് ഹാഫ് ഓഫ് എ പ്ലസ് ബി. അതാണ് അതിൻ്റെ അരിത്മെറ്റിക് മീൻ. ഇനി ഈ നമ്പറിൻ്റെ ജോമെട്രിക് മീൻ എന്തായിരിക്കും? ആ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ nth റൂട്ട്, ഇവിടെ രണ്ട് നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഇതാണ് അതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അരിത്മെറ്റിക് മീനിനെയും ജോമെട്രിക് മീനും കൂടി ചേർത്തിട്ട് എഴുതാൻ പോവുക. ജോമെട്രിക് മീൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്മെറ്റിക് മീൻ എന്ന രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എ പി അതെന്താണ്? ജോമെട്രിക് മീനാണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി അതെന്താണ്? അരിത്മെറ്റിക് മീനാണ്. ഈ ഒരു ഇൻഇക്വാലിറ്റീനെയാണ് നമ്മൾ പറയുന്നത് അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി എന്നുള്ളത്. പറയുമ്പോൾ നമ്മൾ അരിത്മെറ്റിക് ജോമെട്രി എന്ന് പറയുമെങ്കിലും ലെഫ്റ്റ് സൈഡിലെ ജോമെട്രിക്ക് എഴുതി അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്മെറ്റിക് ആണ്. ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് എന്താണ് അരിത്മെറ്റിക്, എന്താണ് ജിയോമെട്രിക് ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പം ദ ജനറൽ അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി. അപ്പോൾ നമ്മൾ ഇതെന്താ നമ്മൾ എഴുതിയത്? നമ്മൾ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറയാൻ വേണ്ടി രണ്ട് നമ്പേഴ്സ് എടുത്തത്. അപ്പോൾ നമ്മളിനി n നമ്പർ ഓഫ് നമ്പേഴ്സ് എടുക്കുക. A1, A2, A3 അങ്ങനെ n വരെ. അപ്പോൾ അതെന്താണ്? അരിത്മെറ്റിക് വരുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ടിന് പകരം എന്താവും? nth റൂട്ട് വരും. ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1, A2, A3 എത്ര? an വരെ. എത്ര എണ്ണം ഉള്ളത്? n ഉണ്ട്. ഡിവൈഡഡ് ബൈ 2ന് പകരം എന്താവും? ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഇതിന് നമുക്കൊരു പ്രൂഫില്ല, പക്ഷേ ഇതാണ് അരിത്മെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.